എറണാകുളം ചോറ്റാനിക്കര ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ റാഗിംഗ് പരാതിയിലെ അന്വേഷണത്തിൽ പോലീസിന് കനത്ത വെല്ലുവിളികളെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ചാറ്റുകളടങ്ങിയ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു. ആരോപണ വിധേയരായ 2 വിദ്യാർത്ഥികൾ ആരെന്നതിൽ കൃത്യമായ സൂചനയും ലഭിക്കുന്നില്ല. എന്നാൽ ഈ ആത്മഹത്യയ്ക്ക് പ്രേരണയായത് റാഗിംഗ് തന്നെയാണെന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വിശ്വസിക്കുന്നത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, പറയൂ. ക്രൂരമായ റാഗിങ്ങിനെ തുടർന്നാണ് 15 വയസ്സുകാരനായ മിഹിർ ആത്മഹത്യ ചെയ്യുന്നതാണ് മാതാവിന്റെ പരാതി. ഇതിനു ശേഷമാണ് പോലീസ് അന്വേഷണം നടത്തിയത്. എന്തായാലും വലിയ വിവാദമായ സംഭവമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമുക്കറിയാം പോലീസിന്റെ ഭാഗത്തും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി ഇത് ഏത് നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയ ഈ ചാറ്റുകൾ സംബന്ധിച്ച്, അതായത് ഈ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾ നടത്തിയ ചാറ്റുകൾ, ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് മുഖേനയാണ് ഇവർ ചാറ്റ് നടത്തിയത്. പക്ഷേ ആ ഗ്രൂപ്പ് ഇപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് കനത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിടുന്നത്. എന്തായാലും ആരോപണ വിധേയരായത് ഒരു വിദ്യാർത്ഥിനിയുമാണെന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ ഇവരാരെന്ന് സംബന്ധിച്ച് ഇതുവരെ സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സൂചന ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിൽ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ചോദ്യം ചെയ്യും എന്ന ഒരു വെല്ലുവിളി എന്തായാലും പോലീസ് ഈ അവസരത്തിൽ അത്തരമൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ നിലവിലിപ്പോൾ ചോദ്യം ചെയ്യുന്നത് എളുപ്പമല്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ശുചിമുറിയിൽ പോകുമോ എന്ന ചോദ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത്. കാരണം ശുചിമുറിയിൽ വെച്ച് മിഹിർ ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നാണ് അമ്മയുടെ പരാതി. അതുകൊണ്ട് തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ശുചിമുറിയിൽ പോയി ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുമോ എന്ന ഒരു ചോദ്യം എന്തായാലും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണത്തിനും അതോടൊപ്പം തന്നെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിയിലേക്ക് എന്തായാലും പോലീസ് കടക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നുണ്ട്. സ്കൂളും കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ എന്തായാലും സ്കൂളിലും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലെന്നാണ് സ്കൂളും വ്യക്തമാക്കിയത്. നിലവിലിപ്പോൾ പോലീസ് ഭാഗത്തും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണം ചില വെല്ലുവിളികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ട്. ഇതെല്ലാം മറികടന്ന് ഒരു കൃത്യമായ അന്വേഷണം ഏത് നിലയിൽ മുന്നോട്ട് പോകുമെന്നൊരു ആശങ്ക തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.